നമസ്കാരം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൂൾസ് എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൂൾസുകൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ടൈറ്റിലുകൾ പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് Ctrl+T അടിക്കുകയാണ്. Ctrl+T അടിക്കുന്ന സമയത്ത് നോക്കി ഒരു ടെക്സ്റ്റ് നമ്മളിങ്ങനെ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. ജസ്റ്റ് ഒന്ന് Ctrl+T അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. കേട്ടോ, ജസ്റ്റ് ഒന്ന് ന്യൂ ടെക്സ്റ്റ് ലെയർ അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് യൂസ് ചെയ്യുന്നത് 2019 അതുകൊണ്ടാണ് Ctrl+T അടിക്കുന്ന സമയത്ത് ന്യൂ ടെക്സ്റ്റ് ലെയർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതിപ്പോൾ 2017, 2018, 19, 20, 21, 22 ആ ഒരു വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. Ctrl+T അടിക്കുന്ന സമയത്ത് ന്യൂ ടെക്സ്റ്റ് ലെയർ അത് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ വരുള്ളൂ. ജസ്റ്റ് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണോ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ മൂവി നൗ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ MOVIENOW മൂവി നൗ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിന് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യാനോ ഒന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും സാധിക്കില്ല. പ്രീമിയർ 2019 യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫയലിൽ ന്യൂല് ലെഗസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലെഗസി ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടൈറ്റിലിന് പേരയ്ക്കാൻ കൊടുക്കണമെങ്കിൽ പേരയ്ക്കാൻ കൊടുക്കാം. അവിടെ സാമ്പിൾ എന്നുള്ള പേരയ്ക്കാൻ കൊടുക്കണമെങ്കിൽ പേരയ്ക്കാൻ കൊടുക്കാം. ലെഗസി ടൈറ്റിൽ എടുത്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര ഓപ്ഷൻസ് വരുള്ളൂ. അതായത് ഇപ്പോൾ പ്രീമിയർ 2019 ആ ഒരു അഡോബി പ്രീമിയർ CC യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. Ctrl+T അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഒരു ഇത്രയും വലിയ കാര്യങ്ങൾ വരും, ഇത്രയും വലിയൊരു ബോക്സ് വരും. പക്ഷേ 2017, 18, 19, 20 ആ ഒരു വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Ctrl+T അടിക്കുന്നതിന് പകരം ഫയലിൽ ന്യൂല് ലെഗസി ടൈറ്റിൽ എന്നൊരു ഓപ്ഷനുണ്ട്. അത് വേണം എന്ത് ചെയ്യാൻ എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഈ ഒരു പാരഗ്രാഫ്, രണ്ടാമത് ഇത് ഇങ്ങനെ 3 സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞു പോകും. അതേപോലെ തന്നെ ടൈറ്റിൽ എങ്ങനെയാണ് സ്ക്രോൾ ചെയ്യുന്നത്, ആനിമേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം ലെയറിന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കസ്റ്റമറിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം സൂം ഇൻ സൂം ഔട്ട് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സീക്വൻസ് വിൻഡോയിൽ, അതായത് ഇപ്പോൾ പ്രോഗ്രാം വിൻഡോയിൽ ഒന്നുമില്ല, ടൈം ലൈനിലും ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് പോലെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഇമേജ് എന്ത് ചെയ്യണം ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് ഇമേജ് ഓപ്പൺ ചെയ്യുന്നതെന്നും അതിനെ സൂം ഔട്ടേക്കും ചെയ്യാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കുകയാണ് ഇമേജിനെ. പിന്നെ പൊസിഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു ഇത് പഠിച്ചപ്പോൾ എനിക്കിപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് പോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ചെയ്താൽ ഇപ്പോൾ വെൽക്കം എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മൂവി നൗ എന്നോ ഗുഡ് മോർണിംഗ് എന്നോ അങ്ങനെയുള്ളൊരു ടെക്സ്റ്റ് വേണമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂല് ലെഗസി ടൈറ്റിൽ എടുക്കുക. ലെഗസി ടൈറ്റിൽ എടുത്തിട്ട് എന്തെങ്കിലും ഒരു പേര്, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ മൂവി നൗ എന്ന് തന്നെ കൊടുക്കുകയാണ്. MOVIENOW. ഓക്കെ, മൂവി നൗ എന്ന് കൊടുത്തു. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടോ. ഇപ്പോൾ മൂവി നൗ എന്ന് കണ്ടോ, ഇവിടെ വന്നേക്കണോ. അതായത് ഇപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ലെയർ ഏതാണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഇവിടെ നമുക്കിവിടുന്ന് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷോ ചെയ്യണമെങ്കിൽ ഷോ ചെയ്തിട്ട് യൂസ് ചെയ്യാം, ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിലെ ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ മൂവി നൗ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ മൂവ് ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് കണ്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മൂവ് ചെയ്ത് വയ്ക്കാം. കീബോർഡിൽ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ നമുക്ക് വലുതാക്കാം. ഈ സെയിം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്തോരം ഇവിടെ കാണുന്ന സെയിം ലൈവ് പ്രിവ്യൂ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കണ്ടാൽ നമുക്ക് മൂവി നൗ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഇങ്ങനെ മേളിലേക്ക് കണ്ടോ ഇങ്ങനെ നീക്കി വെച്ചാൽ മതി. മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നീക്കി വെച്ചാൽ മതി. കുറേ കാര്യങ്ങൾ ഈ പ്രീമിയർ ഡെവലപ്പ് ചെയ്ത ആളുകൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ കളർ സെറ്റിങ്സും ബോൾഡ് കുറേ ഫോണ്ടുകളൊക്കെ, അതായത് ഇപ്പോൾ നോർമലി ആളുകൾ യൂസ് ചെയ്യുന്ന ഫോണ്ടുകളൊക്കെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് തന്നെ വേണം. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ചെയ്തപ്പോൾ ഈ ഒരു ഫോണ്ട് ഇഷ്ടമായെന്ന് വയ്ക്കാം, എന്താ ചെയ്യുക, നമ്മളിപ്പോൾ പ്രീമിയറിൻ്റെ ഇവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊന്നുമില്ല, മറ്റേ എല്ലാത്തിലും ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്യാമായിരുന്നു. ഇതിന് നേരെ മറിച്ച് ക്ലോസ് ആണ് ചെയ്യുക. പ്രീമിയറിൽ ക്ലോസ് ആണ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ നമ്മൾ ചെയ്ത് കൊടുത്ത ടൈറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ടൈറ്റിലുകൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലേക്ക് വച്ച് കൊടുക്കരുത്. പക്ഷേ വച്ച് കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. കണ്ടോ എവിടെയാണ് വന്നിരിക്കുന്നത്, മൂവിനാന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വീഡിയോയുടെ മേളിലാണ് വന്നിരിക്കുന്നത്, ലെയറിൻ്റെ മേളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക,
വീഡിയോയുടെ മുകളിലേക്ക് എന്ത് ചെയ്യുക, ടൈറ്റിലുകൾ എപ്പോഴും ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഈ ടൈറ്റിൽസിൻ്റെയും ഇമേജസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് കൂട്ടുകയും എന്തോരം വേണമെങ്കിൽ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഡിയോ അതെനിക്ക് ഇത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. ആ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഓഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ, ഈ 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 മിനിറ്റിന് കൂടുതലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വീഡിയോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിച്ചിടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രീമിയറിൽ വീഡിയോയുടെയും ടെക്സ്റ്റിൻ്റെയും ഇമേജിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റില്ല. നമുക്ക് എന്തോരം വേണമെങ്കിൽ വലുതാക്കുകയും എന്തോരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ മൂവി നൗ എന്ന് ഉള്ളതിനിപ്പോൾ MOVAENOW അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ്. MOVIENOW ആണ് കറക്റ്റ് സ്പെല്ലിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് റീകറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടൈറ്റിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടൈറ്റിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻസാണ് ഫോണ്ടുകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, ഒരുപാട് ഫോണ്ടുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇപ്പോൾ കണ്ടോ, ജനുവരി എന്ന് പറഞ്ഞൊരു ഫോൺ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇവിടെ ആക്റ്റീവ് ആവാം. നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫോണ്ടുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഫോണ്ടിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, അതിപ്പോൾ ഒരു ബൈ ഹാർട്ട് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏരിയൽ എന്ന് പറഞ്ഞൊരു ഫോണ്ടൊക്കെയും കൂടുതലായിട്ട് മെജോറിറ്റി ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോണ്ടിൻ്റെ പേര് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചില ഫോണ്ടുകൾക്ക് ബോൾഡ്, ഇറ്റാലിക്, ഒരുപാട് റെഗുലർ, നാരോ, ഇറ്റാലിക്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ചില ഫോണ്ടുകൾക്ക് മാത്രമാണ് ഉള്ളൂ. അരിമോ എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ്. ഈ അരിമോ എന്നൊരു ഫോണ്ടുകൾക്കൊന്നും ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നൊരു ഓപ്ഷനൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ചില ഫോണ്ടുകൾക്ക് മാത്രമായിരിക്കുള്ളൂ ബോൾഡ്, ഇറ്റാലിക് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ചില ഫോണ്ടുകൾക്ക് ഉണ്ടാവും, ചില ഫോണ്ടുകൾക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇവിടുന്ന് ബോൾഡ് ആണെങ്കിൽ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വലിപ്പം കൂട്ടണമെങ്കിൽ കണ്ടാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടി കൊടുക്കാം. കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ, ഇപ്പോൾ എന്തെങ്കിലും ഒരു 12 ഒരു വാല്യൂക്ക് വേണ്ടി നമുക്ക് മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിച്ച് നമുക്ക് കണ്ടാൽ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. 24 വേണമെങ്കിൽ 24 കൊടുക്കാം. അതേപോലെ ഇപ്പോൾ 75 കൊടുക്കുക, നമുക്ക് എന്ത് ചെയ്യാം, 75 കൊടുക്കാം. ഓരോ ആളുകളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈറ്റിലുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, എന്ത് കാര്യങ്ങളും ടൈറ്റിലിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണല്ലോ വയർ ക്യാഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഇപ്പോൾ VA കണ്ടോ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് സ്പേസുകൾ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കൂടുതലും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ മൂവി നൗന്നത് 2 ലൈനായിട്ടാണ് ടൈപ്പ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അലൈൻ ലെഫ്റ്റ് കൊടുക്കണമെങ്കിൽ ലെഫ്റ്റ് കൊടുക്കാം, സെൻറ്റർ കൊടുക്കണമെങ്കിൽ സെൻറ്റർ കൊടുക്കാം, റൈറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇനി എനിക്കിപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ കറക്റ്റ്, ഈ ഒരു പിക്കിൻ്റെ കറക്റ്റാക്കി വന്നം എന്ന് വയ്ക്കുക. സെലക്ഷൻ ടൂൾ എടുക്കാം. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അലൈൻ സെൻട്രൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇതിലും ക്ലിക്ക് ചെയ്യുക, ഇതിലും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനെന്ത് ചെയ്യുക, അലൈൻ വെർട്ടിക്കലും അലൈൻ ഹൊറിസോണ്ടലും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി പറയുന്നത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ നമ്മൾ നേരത്തെ ടൈപ്പ് ടൂൾ എടുത്തപ്പോൾ ഇങ്ങനെയാണെന്നോ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ രീതിയിലാണ് ടൈപ്പ് ചെയ്ത് പോയത്. ഇനി നമുക്ക് ഇവിടുന്നപ്പോൾ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടിയിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോണ്ടെല്ലാം അതേപോലെ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് ഏരിയ ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഏരിയ ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നിശ്ചിത ഏരിയയിൽ മാത്രം, അതായത് ഇപ്പോൾ ഈ ഒരു കോളത്തിൽ മാത്രം നമുക്ക് ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കോളത്തിൽ മാത്രം നമുക്ക് എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോളത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് അടിക്കണം കേട്ടോ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ അടിയിലേക്ക് കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടോ, നേരെ അടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പറയുന്നത് വീണ്ടും പാത്ത് ടൈപ്പ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. പാത്ത് ടൈപ്പ് ടൂൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം, ജസ്റ്റ് ഒന്ന് പാത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ടൂൾ എടുത്തു. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഉണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കീബോർഡിൽ ഡിലീറ്റ് അടിക്കുകയാണ് ഞാൻ. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് പാത്ത് വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ. നമ്മൾ നേരെ താഴോട്ട് തന്നെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, ഇവിടെ നിന്ന് കണ്ടോ നേരെ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി പറയുന്ന ഓപ്ഷനാണ് പെൻഡൂൾ. എന്താണ് പെൻഡൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. പെൻഡൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വരച്ചു കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന്
ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് വരയ്ക്കുകയാണ്. എല്ലാ സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം. നമുക്ക് നോക്കിയാൽ ഒരു ഒബ്ജക്റ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ രീതിയിൽ കണ്ടോ, നമുക്കിവിടെ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കണേ വരച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെയറുകൾ കണ്ടോ, ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം, ഷോ ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്യാം. ഒരിക്കലും നിങ്ങൾ എന്താ ചെയ്യരുത്, ഇങ്ങനെ ഡയറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ ഈ ഒരു ലെയറിൽ തന്നെ ഒബ്ജക്റ്റുകൾ വരച്ചു കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രണ്ട് ലെയറിലാക്കി വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നോക്കി ഞാൻ ഇപ്പോൾ രണ്ടും ഒറ്റ ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്തു, ഇവിടെ നോക്കി രണ്ട് ഒറ്റ ലെയറാണ്. ഞാൻ ഇൻ കേസ് ഈ ഒരു ലെയറിനെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാമെന്ന് വയ്ക്കാം. എനിക്കിപ്പോൾ ഈ മൂവിനാവുന്നുള്ളത് കുറച്ചുകൂടി മേളിലേക്ക് വേണമെന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഡിറ്റിലേക്ക് വരാണ്. എഡിറ്റിലേക്ക് വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കസ്റ്റമായിട്ട് അങ്ങനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലായിതും കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കി ആ ഒരു റിബണിൻ്റെ ഇതും എന്തായിക്കൊണ്ടിരിക്കുക, മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ടെക്സ്റ്റിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യരുത്. അതായത് ഇപ്പോൾ ഒറ്റ ലെയറിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ലെയറിലിടാൻ നിങ്ങൾ നോക്കുക. ഓക്കെ, വീണ്ടും ഫയലിൽ വരാണ്, ന്യൂ എടുത്തു, ലെഗസി ഡേറ്റിലേക്ക് വന്നു. ലെഗസി ഡേറ്റിന് പ്രത്യേകിച്ച് ഷോർട്ട് കീ ഒന്നുമില്ല. പ്രീമിയർ CC ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് Ctrl+T അടിച്ച ഷോർട്ട് കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മെയിൻ സ്ക്രീനിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പെൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിലീറ്റ് ആങ്കർ പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ പോലെ തന്നെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ ആ ഒരു സോഫ്റ്റ്വെയർ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെൻഡുലം തന്നെ എവിടെയും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ആഡ് ആങ്കർ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഇതിൽ ആഡ് ചെയ്തെടുക്കാം. കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൺവെർട്ടർ ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെ. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ടൂളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് കാരണം ഞാൻ പ്രത്യേകിച്ച് അതിന് പരിചയപ്പെടുത്തുള്ളൂ. ഓക്കെ, ഇനി പറയുന്ന അടുത്തൊരു ഓപ്ഷനാണെങ്കിൽ റെക്ടാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫയലിൽ വന്നു, ന്യൂവിൽ ലെഗസി ടൈറ്റിൽ തന്നെ എടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് റെക്ടാങ്കിൾ ടൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ എന്തെങ്കിലും കളറുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നൊരു കളറുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചില ഇതിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സ്ക്രോൾ ചെയ്ത് പോകണോ, ഇതൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ന്യൂസ് ചാനലിലേക്ക് ഫ്ലാഷ് ന്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും നല്ല ഒരു ഫ്ലാഷ് ന്യൂസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യാം, വേറൊരു ടെക്സ്റ്റ് ടൂൾ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്ലാഷ് എന്നോ ഇതിലൊരു കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഫോണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. ആക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ കറക്റ്റാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ഹോൾഡും പ്രസ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റിലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ആ ലെയറിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് പറയുന്നത് റൗണ്ട് കോർണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നേരത്തെ പറഞ്ഞപ്പോൾ ഇത് കറക്റ്റ് കണ്ടോ, 4 മൂലയും കണ്ടോ ഒരു ഇതായിട്ടാണ് കാണാൻ സാധിച്ചുള്ളൂ. എനിക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ വളഞ്ഞു വന്നുവെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കർവായിട്ട് വന്നുവെന്ന് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനിൽ റൗണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ഹോൾഡും പ്രസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചെടുക്കാൻ സാധിക്കും. അടുത്തത് പറയുന്നത് ക്ലിപ്പ്ഡ് കോർണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ക്ലിപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, ആ വരയ്ക്കുന്ന സമയത്ത് തന്നെ കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ക്ലിപ്പ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ സാധിക്കും. വീണ്ടും അടുത്തൊരു ഓപ്ഷനാണെങ്കിൽ റൗണ്ട് റെക്ടാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒരു റൗണ്ട് റെക്ടാങ്കിൾ കണ്ടോ കറക്റ്റ് കർവ് ചെയ്ത് വന്നേക്കണുണ്ടോ, 4 സൈഡും കണ്ടോ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർവാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ സാധിക്കും. അടുത്തത് ആർക്ക് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരു ആർക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചു കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ചില ഇതിലൊക്കെ ഈ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് യൂസ് ചെയ്ത് കൊടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് 50%, ഇപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ 25% ഓൺലി, അല്ലെങ്കിൽ ഇപ്പോൾ 50% ഓൺലി, അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ എന്ത് ചെയ്യാം, 50% എന്ന് ടൈപ്പ് ചെയ്യുക, എന്ത് ചെയ്യുക, കളർ മാറ്റുക. അപ്പോൾ സെയിം കളറായിരുന്നു കേട്ടോ, ടെക്സ്റ്റിനും ഒബ്ജക്റ്റിനും സെയിം കളറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ലൈവായിട്ടുള്ള പ്രിവ്യൂ കാണാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കണ്ടോ ആ ടെക്സ്റ്റിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കളർ എന്തായി, വൈറ്റ് ആക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ചാർട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചാർട്ട് പോലെ കൊടുക്കാം. അടുത്തത് എലിപ്സ് ടൂളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ തന്നെ.
റൗണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം വരച്ചു കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം വരച്ചു കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സാമ്പിൾ എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ സാമ്പിൾ തന്നെ ടൈപ്പ് ചെയ്തു. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, ഏരിയൽ ഫോണ്ടാക്കി കൊടുത്തു, ക്യാപ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. കണ്ടോ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്തത് എന്തായിരുന്നു, ക്യാപ്സിലൊക്കെ ഓൺ ചെയ്യാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ലെറ്ററിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്ത് കൊടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അനിമേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനിമേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, സ്ക്രോൾ അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഇത് അടിയിലേക്കും മേളിലേക്കും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ സ്റ്റില്ല്, ജസ്റ്റ് ഒന്ന് നോക്കി പ്രസ് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തു. ഈ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അവിടെ എന്താ അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് കീബോർഡിൽ സ്പേസ് ബാർ അടിച്ച് ഈ ടൈം ലൈനെ റൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കുള്ളൂ. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തൊരു ഓപ്ഷനാണ്, ആ ഒരു അതിൻ്റെ അടിയിൽ അണ്ടറിൽ വന്ന അടുത്തൊരു ഓപ്ഷനാണ് ഇതിൽ റോള്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ഓഫ് സ്ക്രീനും എൻഡ് ഓഫ് സ്ക്രീനും എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിടാം, എനേബിൾ ചെയ്തിടാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് എന്ത് നോക്കിയേ, വീണ്ടും ഞങ്ങളിപ്പോൾ കീബോർഡിൽ സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, അത് നോക്കി പതിയെ കണ്ടോ മേളിലേക്ക് മൂവ് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കി ഈ ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലെങ്ത്ത് എന്ത് ചെയ്യാണ്, കുറച്ച് കൊടുക്കുകയാണ്. ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നവരും ടൈറ്റിലിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നവരും ആ മൂവ് ആകുന്നതിൻ്റെ സ്പീഡ് എന്ത് വരും, കൂടി വരും. മൂവ് ആകുന്നതിൻ്റെ സ്പീഡ് എന്ത് നോക്കി കൂടി വരും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലസ് അടിച്ചു, ഒന്നുകൂടി ചെറുതാക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പ്ലസ് അടിച്ചു, ജസ്റ്റ് ഒന്നുകൂടി ചെറുതാക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റിലിൻ്റെ സ്പീഡ് കണ്ടോ ഒന്നും കൂടി കൂടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തോരം കുറച്ച് കൊടുക്കും തോറും ടൈറ്റിലിൻ്റെ സ്പീഡ് എന്ത് വരും, കൂടി വരും. എന്തോരം കൂട്ടി കൊടുക്കും തോറും ടൈറ്റിലിൻ്റെ ലെങ്ത്ത് എന്തോരം കൂട്ടി കൊടുക്കുന്നവോ അപ്പോൾ എന്ത് വരും, ആ ഒരു ടൈറ്റിൽ ആനിമേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് എന്ത് വരും, കുറഞ്ഞു വരും. കുറച്ച് കൊടുക്കും തോറും കൂടെ, കൂട്ടി കൊടുക്കും തോറും കുറഞ്ഞു വരും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഇതിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ റോളെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഇതിൽ ക്രോൾ ലെഫ്റ്റ്. ക്രോൾ ലെഫ്റ്റ് കൊടുത്തിട്ട് സെയിം കാര്യങ്ങൾ തന്നെ സ്റ്റാർട്ട് ഓഫ് സ്ക്രീനും എൻഡ് ഓഫ് സ്ക്രീനും ഓൺ ചെയ്ത് കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. കണ്ടോ നോക്കിയേ, ലെഫ്റ്റ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കണ്ടോ ഈ ഒരു കാര്യം മൂവ് ആവുന്നത് കണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് ക്രോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ക്രോൾ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതായത് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്നാണ്. ഇത് കൂടുതലും നമ്മളിപ്പോൾ ഈ അറബിക് ചാനലുകൾ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുക. അറബിക് ടൈപ്പ് ചെയ്ത് കണ്ടോ ആ രീതിയിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക.